ഹലോ ചേമര. അപ്പൊ ഇന്ന് നമ്മളെ കളിയുടെ വിശിഷ്ട വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ സുബൈറാക്കാണ്. സുപരിചിതാണ്, അർജന്റീനയുടെ കടുത്ത ആരാധനം കൂടിയാണ്. സുബൈറാക്ക, നമ്മളെ BPS-ന്റെ ഒരു ചാരിറ്റിക്ക് വേണ്ടി നടത്തുന്ന കളിയാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? BPS ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് കേട്ടാൽ വളരെയധികം സന്തോഷം. ചാരിറ്റി പ്രവർത്തനം അത്യാവശ്യമുള്ള എന്താണ് പിന്നെ ശക്തമായൊരു പോരാട്ടം നടത്തി ഒരു ഗോളിന് തൃശ്ശൂർ ജയിച്ചു. അപ്പോൾ കളി ഫുള്ള് കണ്ട് സന്തോഷമായി. ഇവിടെ നിങ്ങളെ ക്ഷണിച്ചതിന് BPS സംഘടന ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കാം. പിന്നെ നമ്മളെ അർജന്റീനയുടെ ആരാധനകൾ അടുത്ത ആരാധനകൾ ഞങ്ങൾ കണ്ടത് ബ്രസീലിന്റെ ആരാധന. അടുത്ത വേൾഡ് കപ്പിൽ നമുക്ക് എന്തെങ്കിലും ബ്രസീൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് പുറത്തായിരുന്നു. റെഡിമോൾ ജൂനിയർ പറഞ്ഞ കോച്ച് അടക്കമുള്ളത്. പക്ഷേ വേൾഡ് കപ്പ് യോഗ്യതയിൽ ഒരു പ്രതിസന്ധി ഉണ്ട് ലാറ്റിൻ അമേരിക്കയിൽ. എന്നാലും കൂടി ലോകകപ്പ് നേടി 48 രാജ്യമാണ് ഈ ലോകകപ്പ് പങ്കെടുക്കപ്പെടുന്നത്. രാഷ്ട്രങ്ങളുണ്ടാവും 52 ലോകകപ്പ് കഴിഞ്ഞ്. അപ്പം ബ്രസീൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് പിന്നെ അമേരിക്ക എന്ന ലോകകപ്പ് അടക്കാൻ പോകുന്നത് മെക്സിക്കോ, കനഡ. അവിടെ വെച്ചിട്ട് ബ്രസീൽ മോശക്കാരാവും. റെഡിമോൾ ജൂനിയർ എന്നായിരിക്കും കോച്ച്. എന്നാലും കൂടിയിട്ട് വിനീഷ്യസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മളെ നെയ്മറിന്റെ തിരിച്ചുവരവുണ്ടാവില്ല. തിരിച്ചുവരവ് പോലെ പരിക്കിന്റെ വിധേന ഒരു കളിക്കാനാണ്. തിരിച്ചുവരവ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. ഇപ്പൊ ലോകകപ്പ് യോഗ്യത കൊണ്ട് പൂർണ്ണമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ശരി. ഖത്തർ വേൾഡ് കപ്പിൽ നാടൻ ശൈലിയിൽ കളി പറഞ്ഞും അത്ഭുത പ്രവചനങ്ങൾ നടത്തിയും സോഷ്യൽ മീഡിയയിൽ തരംഗമായ സുബൈർ ബാടക്കാട് ഗ്രൗണ്ടിൽ